ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥന ചൊല്ലുന്നവരാകാം, പ്രാർത്ഥിക്കുന്നവരാകാം. പ്രാർത്ഥന ചൊല്ലുന്നവരുടെ നാക്ക് വളരും, ഹൃദയം വളരത്തില്ല. ഹൃദയം വളരണമെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ഇവയ്ക്ക് തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറക്കരുത്. ഒരു സംഭവം, ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞു കേട്ടതാണ്. ഭയങ്കര പ്രാർത്ഥനക്കാരി, ഒരുപാട് പ്രാർത്ഥന പുസ്തകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കും. അങ്ങനെ ആത്മീയമായിട്ടുള്ള ഒരുപാട് അഭ്യാസങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ കൂടെ അവർ ചെയ്യുന്നൊരു കാര്യം, നിരന്തരം ഭർത്താവിനെ കുറ്റപ്പെടുത്തും. അവർ പറയുന്നത്, എനിക്ക് കുറെ കൂടെ വളരണമെന്നുണ്ട് ആത്മീയമായിട്ട്, ഭർത്താവ് കാരണമാണ് എനിക്ക് വളരാൻ പറ്റാതെ പോകുന്നത്. കാരണം ഇപ്പോഴും പുള്ളിക്ക് ജഡമോഹങ്ങൾ, വേണമെങ്കിൽ ലൈംഗിക ചിന്തകൾ അതുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കാരണമാണ് എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ പറ്റാതെ പോകുന്നത്. ഇവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഇവര് ദമ്പതിമാരാണെങ്കിൽ ഏത് പ്രായത്തിലും അവര് ദാമ്പത്യധർമ്മം പുലർത്തുന്നതിനകത്ത് ആത്മീയത നഷ്ടപ്പെടുന്ന ഒരു കാര്യമേ ഇല്ല. പക്ഷേ പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തി ആയതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സത്യം അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, അതനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതുമായി നമുക്ക് ധ്യാനിക്കാവുന്ന കുറച്ച് വചനങ്ങൾ എടുക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്നവരുടെ നാക്കേ വളരത്തുള്ളൂ, ഹൃദയം വളരത്തില്ല. ഇനി പ്രാർത്ഥിക്കുന്നവർ അവർ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം, അവർ ഈ പ്രാർത്ഥനകളെ കുറിച്ചെല്ലാം പറഞ്ഞു നടക്കും. ശരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരൊരിക്കലും പറഞ്ഞു നടക്കത്തില്ല അവർ ചെയ്യുന്ന പ്രാർത്ഥനകളെ കുറിച്ച്. പ്രാർത്ഥന ചൊല്ലുന്നവരാണ് പറഞ്ഞു നടക്കുക. ആ അവസ്ഥയിൽ നിന്നും ശരിക്കും പ്രാർത്ഥിക്കുന്നവരുടെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്ഥലം മാറ്റാൻ പറ്റണം, നമുക്ക് വളരാൻ പറ്റണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിഭാഷണം, വാചാലത, അത് പ്രാർത്ഥനയ്ക്ക് വേണമെന്നില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞത്, വാക്കുകൾ കൊണ്ടുള്ള ഒരു കാര്യമേ അല്ല പ്രാർത്ഥന, ഹൃദയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. എന്ന് ചിലര് വാചാലത കാണിക്കും. അത് പ്രാർത്ഥന ചൊല്ലുന്ന വ്യക്തികളായതുകൊണ്ടാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകില്ല. പ്രഭാഷകൻ 32 8-ാമത്തെ വചനം എടുത്താൽ പ്രാർത്ഥിക്കുന്നവരുടെ ഒരു പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കും. വാചാലതയല്ല അവിടെ പ്രധാനപ്പെട്ടത്, ഒരുപാട് സമയമെടുക്കുന്നതോ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതോ അല്ല അവിടെ പ്രധാനപ്പെട്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഹൃദയം വളരാൻ നാം ചെയ്യേണ്ടത് പ്രാർത്ഥന ചൊല്ലുന്നവരാകുന്ന അവസ്ഥ വിട്ടിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെയുള്ളവരുടെ ഹൃദയം വളരും, അവരുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരും. അത് ഫലമണിയും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ അത് മനസ്സിലാകും. 1 സാമുവേൽ അതിൻ്റെ 2-ാം അധ്യായം എടുത്താൽ മതി. 1 സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ പല വചനഭാഗങ്ങൾ, 1 സാമുവേൽ 1-ഉം 2-ഉം അധ്യായങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ഹന്നായുടെ പ്രാർത്ഥന അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹൃദയവികാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമണിയുന്നതായിട്ട് അവളുടെ മുഖം പിന്നീട് ഒരിക്കലും മ്ലാനമായില്ല. അവൾക്ക് സന്താനഭാഗ്യം ദൈവം നൽകി അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫലങ്ങൾ അവിടെ പ്രാർത്ഥനയിൽ കാണാൻ പറ്റി. കാരണം ഹൃദയത്തിൽ നിന്നുയർന്ന പ്രാർത്ഥനയായിരുന്നു ഹന്നായുടെ പ്രാർത്ഥന. മത്തായി 15 8-ഉം 9-ഉം വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരാത്ത പ്രാർത്ഥന വ്യർത്ഥമായ പ്രാർത്ഥനയാണ്, അത് ഫലമണിയത്തില്ല. ജെറമിയ 12 2-ാമത്തെ വചനം എടുത്താൽ, അവരുടെ അധരത്തിൽ ഞാനുണ്ട്, ഹൃദയത്തിൽ ഞാനില്ല. വേദനയോട് ദൈവം പറയുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുന്ന വ്യക്തികളാണെങ്കിൽ കർത്താവ് പറയാൻ പോകുന്നത്, അവരുടെ അധരത്തിൽ ഞാനുണ്ട്, വാക്കുകൾ കൊണ്ട് അവരെന്നെ പുകഴ്ത്തുന്നുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. പ്രാർത്ഥിക്കുന്നവരെ പോലെ അവർ ജീവിക്കുന്നില്ല. ലൂക്കാ 11-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ, യേശുവിൽ ഒരു പ്രത്യേകത, യേശുവിൻ്റെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേകത ശിഷ്യന്മാർ പോലും കണ്ടു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നവരായിരുന്നു, പക്ഷെ അവർ പറയുകയാണ്, അതിനുപരിയായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, യേശുവിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം. ലൂക്കാ 21-ന്റെ 37 എടുക്കുകയാണെങ്കിൽ,
കാണാൻ സാധിക്കും യേശു പ്രാർത്ഥനയും പ്രവർത്തനവും നല്ല മനോഹരമായിട്ട് തൻ്റെ ജീവിതത്തിൽ സമ്മേളിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പ്രാർത്ഥനയും പ്രവൃത്തിയും. പകലെല്ലാം അവന് ശുശ്രൂഷ ചെയ്യായിരുന്നു, അധ്വാനിക്കുകയായിരുന്നു. രാത്രികാലം മലമുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന യേശുവിനെ ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? യേശുവിൻ്റെ പ്രസംഗത്തിന് അധികാരമുണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രസംഗത്തിന് മത്തായി 7:28 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുക, ഇവൻ ഫരിസേരെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു യുവതി അവൾ സൂചിപ്പിച്ച ഒരു കാര്യം, എൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അമ്മ ഒരുപാട് സംസാരിക്കും, ഒരുപാട് ഉപദേശിക്കും. അമ്മ വാ തുറക്കുമ്പോഴേ ഞങ്ങൾ ചെവി പൊത്തും. പക്ഷെ അപ്പൻ ഒത്തിരി ഒന്നും സംസാരിക്കുകയില്ല. അപ്പൻ ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ഞങ്ങൾക്കറിയാം. അപ്പം ഇവിടെ നമ്മൾ കാണുക, അമ്മയ്ക്ക് അധികാരമില്ലാണ്ടായി, അപ്പനാണെങ്കിൽ നല്ല അധികാരമുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ പ്രവർത്തിക്കാൻ പറ്റി. എന്തുകൊണ്ടാണ്? ഈ വചനങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് രൂപപ്പെടുത്തുന്ന ചില പ്രാർത്ഥനകൾ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, 6-7 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. 1 സാമുവേൽ 1:10 മുതലുള്ള വചനങ്ങൾ നമ്മൾ കണ്ടു ഹന്നായുടെ കാര്യം. ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു, ഹൃദയവികാരങ്ങൾ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചു. ഫലം എന്തായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി. രണ്ടാമത്തേത്, നീതി ജീവിച്ച് പ്രാർത്ഥിക്കണം. നീതിപൂർവ്വം ജീവിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ 9:31 എടുത്താൽ, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. 1 പത്രോസ് 3:12, നീതിമാന്മാരുടെ നേരെ കർത്താവിൻ്റെ കണ്ണും കാതും തിരിഞ്ഞിരിക്കും, പാപികളിൽ നിന്ന് മുഖം തിരിച്ചു കളയും. തോബിത്ത് 12:8 വായിച്ചാൽ, നീതിപൂർവ്വം ജീവിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന നല്ലതായിരിക്കും. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, യേശുവിലൂടെ പിതാവിനോട് പ്രാർത്ഥിക്കണം. യോഹന്നാൻ 15:16 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. യേശുവും പിതാവായ ദൈവവും നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് മാറണം. ജെറമ്യ 29:13 വായിച്ചാൽ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ കർത്താവിനെ കണ്ടെത്തും. യാക്കോബ് 5:15 വായിച്ചാൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവര് അത്ഭുതങ്ങൾ കാണും. പ്രഭാഷകൻ 35:21 എടുക്കുമ്പോൾ, വിനയത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അതുപോലെ തന്നെ ഈ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അന്തിമമായ തീരുമാനം എന്തു തന്നെയായിരുന്നാലും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ നടന്നൊന്നുമില്ല. പൗലോസ് യാചിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ നടന്നൊന്നുമില്ല. പക്ഷെ അവിടെ ഇവരാരുടെയും മനസ്സൊന്ന് ഇടിഞ്ഞില്ല, മുഖമൊന്ന് മ്ലാനമായില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, സുഭാഷിതങ്ങൾ 16:1 പറഞ്ഞിട്ടുണ്ട്, അന്തിമമായ തീരുമാനം അത് കർത്താവിൽ നിന്നും വരേണ്ടതാണ്. ദാനിയേൽ 3 ആ യുവാക്കൾ പറഞ്ഞെന്താ? മരിക്കണമെങ്കിൽ ഞങ്ങൾ മരിക്കും, ഇനി ജീവിച്ചിരിക്കാൻ കർത്താവ് അനുവദിച്ചാൽ ഞങ്ങൾ ജീവിച്ചിരിക്കും. അവരുടെ ഒരു രോമം പോലും കരിയാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളത് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.